കേരളത്തിൻ്റെ കഥയാണല്ലോ പറയുന്നത്. കേരളത്തിൽ എവിടെയാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്? പച്ച നുണ ഒരു നാട്ടിനെ അപകീർത്തിപ്പെടുത്താൻ ഭാവനയിൽ സൃഷ്ടിച്ച കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവതരിപ്പിക്കലേ ഉണ്ടായിട്ടുള്ളത്. ആ അവതരിപ്പിച്ച കാര്യങ്ങളോട് രാജ്യത്ത് നമ്മുടെ നാട്ടുകാർ മാത്രമല്ലല്ലോ, കേരളീയരല്ലാത്തവർ തന്നെ പ്രതിഷേധിച്ചല്ലോ, പ്രതികരിച്ചല്ലോ. സാംസ്കാരിക രംഗത്തിന് യോജിക്കാൻ പറ്റാത്ത സമീപനല്ലേ, തീർത്തും തെറ്റായ നിലപാടല്ലേ എടുത്തിട്ടുള്ളത്. അത് തീർത്തും രാഷ്ട്രീയ ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന ഒരു കാര്യമാണ്. അതിന് കൂടുതൽ പ്രചരണം കൊടുക്കുന്നു എന്നത് അതിലും കൃത്യമായ ഉദ്ദേശങ്ങൾ കാണും. നാം കാണേണ്ടത് അതിൻ്റെ ഭാഗമായി കേരളത്തെ എന്തോ ഒരു വല്ലാത്ത സ്ഥലമായി ചിത്രീകരിക്കുകയാണ്. ഈ നാട് നല്ല രീതിയിലുള്ള സാഹോദര്യ ബന്ധത്തിൻ്റെ നാടാണല്ലോ. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്നൊരു നാടാണല്ലോ കേരളം. നവോത്ഥാന കാലം മുതൽക്ക് അത്തരമൊരു നാട് പടുത്തുയർത്താനല്ലേ നമ്മൾ ശ്രമിച്ചു വന്നിട്ടുള്ളത്. ആ നാടായിട്ട് ഇന്നും നമുക്ക് അഭിമാനപൂർവ്വം നിൽക്കാൻ പറ്റുന്നില്ലേ? ആ നാടിനെ ഒരു വല്ലാത്ത അപമതിപ്പുണ്ടാക്കുന്ന നാടാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് നാം കാണേണ്ടത്. ആ ശ്രമത്തെയാണ് എതിർക്കേണ്ടതും അപലപിക്കേണ്ടതും. ഒരു നിശ്ചയമില്ല ഒന്നിനും, വരുമോരോ വിധി വന്ന പോലെ പോകുന്നല്ലേ പണ്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. ഞാനിപ്പോൾ ഒന്നും പ്രവചിക്കാൻ തയ്യാറാകുന്നില്ല. ഈ സാധാരണഗതിയിൽ അവസരവാദ നിലപാടെടുക്കുന്നവർ ഒരിടത്ത് മാത്രമായിട്ട് അവസരവാദ നിലപാട് സ്വീകരിക്കുമെന്ന് കണക്കാക്കണ്ട. അതൊരു സ്വഭാവമായി തുറന്നു പോയി എന്ന് വരും. എവിടെയൊക്കെ എത്തുമെന്നുള്ളത് നമുക്ക് കണ്ട്. നമസ്കാരം. ദ കേരള സ്റ്റോറി കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടെയുള്ള സിനിമയാണെന്നും RSSന്റെ കെണിയിൽ വീഴരുതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രിസ്ത്യൻ രൂപതകൾ സിനിമ പ്രദർശിപ്പിക്കുന്ന വേളയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേരള സ്റ്റോറിയിൽ RSSന് കൃത്യമായ അജണ്ടയുണ്ട്. ഹിറ്റ്ലറുടെ ആശയം അതേപോലെ പകർത്തി വെച്ചിരിക്കുകയാണ് RSSുകാർ. ജർമ്മനിയിൽ ജൂതരാണെങ്കിൽ ഇവിടെ മുസ്ലിം വിഭാഗവും ക്രിസ്ത്യാനികളുമാണ് ഇരയാക്കപ്പെടുന്നത്. RSSന്റെ കെണിയിൽ വീഴരുത്. രാഷ്ട്രീയ ഉദ്ദേശത്തോടെയുള്ള സിനിമ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ഉദ്ദേശം കാണുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.